ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മലങ്കര സഭയുടെ അഭിമാനവും മലങ്കര സഭാരത്നവും പാവങ്ങളുടെ ശബ്ദവും പ്രസിദ്ധ വേദശാസ്ത്രജ്ഞനും എക്യൂമിനിസ്റ്റും മനുഷ്യസ്നേഹിയുമായ വന്യ ഗുരുനാഥൻ അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ അസ്താത്യോസ് തിരുമേനി ശിഷ്യഗണങ്ങൾക്കെല്ലാം വളരെയധികം നല്ല കാര്യങ്ങൾ മാത്രമേ പറയുവാനുള്ളൂ. തിരുമേനിയുടെ ഒരു എളിയ ശിഷ്യനാകാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം എനിക്കുണ്ട്. അഭിവന്യ തിരുമേനി തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും പാഠങ്ങളിൽ കൂടി ദൈവസ്നേഹത്തെ അറിയുകയും ദൈവവേലയ്ക്കായി സ്വയം സമർപ്പിക്കുകയും തിരുമേനിയുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഉയർന്നു വന്നുള്ള നന്മകളെ മനുഷ്യ നന്മയ്ക്ക് വിനിയോഗിക്കുകയും ചെയ്യുന്നുവെന്നുള്ളതാണ് തിരുമേനിയെ മറ്റെല്ലാവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. ഇല്ലായ്മയുടെയും പട്ടിണിയുടെയും ഒരു കുടുംബ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന് അമേരിക്കയിലെ സമുന്നതമായ കോളേജുകളിൽ ഉന്നതമായി നേടുകയും തിരിച്ച് കേരളത്തിലേക്ക് കടന്നു വരികയും അന്ന് കേരളത്തിലുണ്ടായിരുന്ന സാമൂഹിക, രാഷ്ട്രീയ, സാമുദായിക അന്തരീക്ഷത്തിൽ മലയാളക്കരയുടെ അഭിമാനമായി മാറത്തക്ക രീതിയിൽ പാവങ്ങളെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി തിരുമേനി ധാരാളം നല്ല പ്രവർത്തനങ്ങൾ ചെയ്തു തുടങ്ങി. തിരുമേനി തുടങ്ങി ഇന്ന് നേതൃത്വം നൽകുന്ന അനേക സ്ഥാപനങ്ങൾ ക്രിസ്തു സ്നേഹത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും അത്താണികളായി കേരളത്തിനകത്തും പുറത്തും സമുന്നതമായ സേവനം നൽകുന്നു. അഭിവന്യ തിരുമേനിയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ മാത്രമല്ല, തിരുമേനിയെ അടുത്തറിയുന്നവരും അടുത്തറിയാൻ ശ്രമിക്കുന്നവരെല്ലാവരും അധികമായി വാചാലരാകുമെന്നുള്ളത് ഒരു നിത്യസത്യമാണ്. തിരുമേനിയെ ഞാൻ എളിയ രീതിയിൽ മനസ്സിലാക്കുന്നതും തിരുമേനിയിൽ നിന്ന് കേട്ടതും പഠിച്ചറിഞ്ഞതുമായ അല്പചല കാര്യങ്ങൾ സന്തോഷത്തോടെ ഇവിടെ നിങ്ങളോടൊത്ത് പങ്കുവയ്ക്കുകയാണ്. ക്രിസ്തുവിനു വേണ്ടി എന്ത് ത്യാഗവും യാതൊരു മടിയും കൂടാതെ സ്വീകരിക്കുന്ന ഒരു അതുല്യ പ്രതിഭയാകുന്നു വന്യ ഗുരുനാഥൻ അഭിവന്യ അസ്താത്യോസ് തിരുമേനി. മാവേലിക്കര മിഷൻ ട്രെയിനിങ് സെന്റർ എന്ന മഹത്തായ ഒരു സ്ഥാപനം മലങ്കര സഭയിൽ ഉയർന്നു വരുന്നതിന് പിന്നിലുണ്ടായിരുന്ന ചേതോവികാരവും ആ സ്ഥാപനം വളർത്തിക്കൊണ്ടുവരുന്നതിന് തിരുമേനി അനുഭവിച്ചിട്ടുള്ള ത്യാഗപൂർണമായ ജീവിതവും അധികം ആളുകൾക്ക് അറിവുള്ളതല്ല. എന്നാൽ ഒരിക്കൽ പോലും തന്നെ നിരാശപ്പെടുത്തിയിട്ടുള്ള, തന്നെ പഴിപറഞ്ഞിട്ടുള്ള, തന്നെ ലഘൂകരിച്ച് ഭവനത്തിൽ നിന്ന് ഇറക്കിവിടുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ പോലും അതിനെ ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് വേണ്ടി ഉൾക്കൊണ്ടുകൊണ്ട് പരിശുദ്ധനായ പൗലോസ്ലീഹ അനുഭവിച്ച ത്യാഗത്തെ പോലെ ഉള്ളിലൊതുക്കിയ ത്യാഗത്തിന്റെ ഒരു അനശ്വരമായ മകുടമാകുന്നു ഇന്ന് മലങ്കര സഭയുടെ മിഷൻ പ്രവർത്തനങ്ങളെ കേന്ദ്രീകരിച്ചും അതിനെ കോർഡിനേറ്റ് ചെയ്ത് സെൻട്രൽ ഓഫീസായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സെയിന്റ് പോൾസ് മിഷൻ ട്രെയിനിങ് സെന്റർ. ആരുടെ നാമത്തിൽ അത് സ്ഥാപിതമായോ ആ സ്ഥാപക പിതാവിനെ അനുസ്മരിക്കുമാറ് ത്യാഗപൂർണമായ ജീവിതകഥയാണ് ആ സ്ഥാപനത്തിന് പറയുവാനുള്ളത്. ഇത് സാധാരണ ഒരു മനുഷ്യന്റെ പരിഭവമായി ഈ 94 വയസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ തിരുമേനിക്ക് എന്നെങ്കിലും പറയാം. പക്ഷേ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അങ്ങനെ തിരുമേനിയെ പരിഹസിച്ചിട്ടുള്ളവരും ചെറുതാക്കിയിട്ടുള്ളതുമായ ആളുകൾ മാവേലിക്കരയുടെ പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന ചില സാഹചര്യങ്ങളെ വ്യക്തിപരമായി മനസ്സിലാക്കാൻ സാധിച്ചതുകൊണ്ട് എനിക്കത് മനസ്സിലായി എന്ന് മാത്രമേ ഉള്ളൂ. തിരുമേനി ദൈവശാസ്ത്രത്തിന് ഒരു മനുഷ്യ മുഖം നൽകുവാൻ ശ്രമിച്ചിട്ടുള്ള ഒരു അതുല്യ പ്രതിഭയും ശ്രദ്ധേയനായ വേദശാസ്ത്രജ്ഞനുമാണ്. വേദശാസ്ത്രം ഇന്ന് ഒരു വലിയ കമ്പോളവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ശാസ്ത്ര സാഹിയായി മാറിയിട്ടുണ്ട്. കേരളത്തിനകത്തും ഭാരതത്തിനകത്തും ഭാരതത്തിന് വെളിയിലും ഒരു ശാസ്ത്ര വിഷയമായി ഇത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത് വലിയ ഉപജീവന മാർഗമായി പോലും കരുതുന്ന ഒരു രംഗത്ത് 1950-കൾ 60-കളിൽ സമുന്നതമായ ഒരു രാഷ്ട്രത്ത് പോയി ഉന്നതമായ വേദശാസ്ത്രം അഭ്യസിക്കുകയും
തിരിച്ചു വന്ന് തനിക്ക് ലഭിച്ച ദൈവിക ദർശനത്തിൻ്റെയും വേദശാസ്ത്ര അഭ്യസനത്തിൻ്റെയും വെളിച്ചത്തിൽ ഇവിടെയുണ്ടാകുന്ന സാമൂഹിക അരിക്ഷത്വത്തിൻ്റെയും പട്ടിണിയുടെയും വേർപെടുത്തലിൻ്റെയും ഉച്ചനീചത്വങ്ങളുടെയും വലിപ്പച്ചെറുപ്പങ്ങളുടെയും ഘടകങ്ങളെ ഇല്ലാതാക്കുവാൻ തൻ്റെ വിദ്യാഭ്യാസം എത്രമാത്രം ഉപകരിക്കാമെന്ന് അഭിമന്യ തിരുമേനിയുടെ ജീവിതം കൊണ്ട് തെളിയിച്ചിരിക്കുക. തൻ്റെ തന്നെ ജീവിതം കരിപ്പിടിപ്പിച്ച ഒരു പശ്ചാത്തലവും തനിക്ക് ദൈവം നൽകിയ വലിയ വിദ്യാഭ്യാസത്തിൻ്റെ വാതിലിൽ അതിൽ നിന്ന് ലഭിച്ച പാഠങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് തിരുമേനി അനുഗ്രഹീതം പോലെ തന്നെ വേദശാസ്ത്ര രചനകളും പൂർത്തീകരിക്കുവാൻ തക്കണം ഇവിടെയായി. അതിലെല്ലാം പാവപ്പെട്ടവൻ്റെ കണ്ണീരൊപ്പുന്ന, കഷ്ടപ്പെടുന്നവൻ്റെ പങ്കാളിയായിത്തീരുന്ന, പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ്റെ പ്രവാചകനായി മാറുന്ന ഒരു സന്ദേശവും അതിൻ്റെ ശബ്ദവുമാണ് അതിലെല്ലാം അലയൊടിച്ച് കേൾക്കുന്നത്. അതുകൊണ്ട് തിരുമേനി രചിച്ചിട്ടുള്ള കൃതികളെല്ലാം സഭയുടെയും ദൈവസ്നേഹത്തിൻ്റെയും കഥകൾ പറയുന്നതാണ് എന്നുള്ളതിന് സംശയമില്ല. തിരുമേനിയെ മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന മറ്റൊരു വേദശാസ്ത്ര ഘടകം പരിശുദ്ധ വേദപുസ്തകത്തിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാ ശാസ്ത്ര സാങ്കേതിക വിദ്യകളെയും ശാസ്ത്രശാഖകളെയും അപഗ്രഥനം ചെയ്ത് ജനങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ വ്യാഖ്യാനിച്ചു കൊടുത്തു എന്നുള്ളതാണ്. സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ വേദപുസ്തകം പല ആവർത്തി വായിക്കുകയും അതിലെ ഹൃദ്യമായ ഭാഗങ്ങൾ കാണാതെ പഠിക്കുകയും നോട്ടുകൾ തയ്യാറാക്കുകയും ചെയ്തു എന്നുള്ളത് ഇന്നത്തെ തലമുറയ്ക്ക് അത്ഭുതം കൂറുന്ന ഒരു വസ്തുതയാണ്. തൻ്റെ പിന്നീടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും അടിസ്ഥാനപരമായ ചിന്തകൾ രൂപപ്പെടുത്തുന്നതിന് ഈ ഒരു വലിയ അടിസ്ഥാനം കാരണമായി തീർന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വേദപുസ്തകം പഠിക്കുമ്പോഴും തിരുമേനിയുടെ കൃതികൾ വായിക്കുമ്പോഴും തിരുമേനിയോട് സംവാദനം നടത്തുമ്പോഴും തിരുമേനിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇത് അനേക വേദശാസ്ത്രജ്ഞന്മാരും അങ്ങനെയല്ല. തങ്ങൾക്ക് ഉണ്ടാകുന്നതായ തങ്ങളുടെ ബുദ്ധിയിൽ നിന്ന് തെളിഞ്ഞു വരുന്നതായ രൂപപ്പെടുത്തുന്ന ആശയങ്ങൾക്ക് കൂട്ടുപിടിക്കുവാൻ വേണ്ടി മാത്രം വേദപുസ്തകത്തെയും വേദപുസ്തക ചിത്രങ്ങളെയും ഉപകരിക്കുമ്പോൾ തിരുമേനി നേരെ മറിച്ചാണ്. തൻ്റെ അടിസ്ഥാനപരമായ വേദശാസ്ത്രം രൂപപ്പെടുന്നതിന് വേദപുസ്തകത്തിൽ നിന്ന് അടിസ്ഥാനങ്ങൾ കണ്ടെത്തുന്നു. ഇത് തിരുമേനിയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന ഒരു ഘടകമാണ്. മറ്റ് ഒരു വേദശാസ്ത്രപരമായ ഒരു വലിയ കോൺട്രിബ്യൂഷൻ തിരുമേനിയെക്കുറിച്ച് പറയുവാനുള്ളത് സ്നേഹമാണ് ദൈവത്തിൻ്റെ അസ്തിത്വം എന്ന് ഒരു പരിധിവരെ മനസ്സിലാക്കിക്കൊണ്ട് ഈ സ്നേഹത്തിൽ നിന്ന് സർവ്വ മനുഷ്യരെയും ഉൾക്കൊള്ളുവാൻ, സർവ്വജാതി മതസ്ഥരെയും ഉൾക്കൊള്ളുവാൻ, സമ്പന്നരെയും ദരിദ്രരെയും ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം കഴിയുന്ന ദൈവത്തിൻ്റെ ഒരു മുഖാന്തരമായി സ്നേഹത്തെ തിരുമേനി ഹൈലൈറ്റ് ചെയ്യുന്നു. ഇത് മറ്റ് അനേക വേദശാസ്ത്രജ്ഞന്മാരും ചെയ്യുന്ന ഒരു പ്രവർത്തനമല്ല. ദൈവത്തിൻ്റെ അസ്തിത്വത്തിൽ, ദൈവത്തിൻ്റെ ബീയിങ്ങിൽ, ഉണ്മയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് ക്രിസ്തീയ സഭകളെല്ലാം അംഗീകരിക്കുന്ന ഒരു വസ്തുതയാണ്. എന്നിരുന്നാൽ തന്നെയും വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം സ്നേഹമാകുന്നു എന്ന യോഹന്നാൻ ശ്ലീഹായുടെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ പൗരസ്ത്യ പിതാക്കന്മാരോട് ചേർന്ന് പിതൃവിജ്ഞാനീയത്തിൻ്റെ പിൻബലത്തിൽ തിരുമേനി ദൈവത്തിൻ്റെ അസ്തിത്വം തന്നെ സ്നേഹമല്ലേ എന്നൊരു വലിയ ചിന്ത നമ്മുടെ മുമ്പാകെ പങ്കിടുകയാണ്. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന ഏകദൈവം, ത്രിയേക ദൈവം, 3 ആളത്വങ്ങൾ എന്നാൽ ഒരു ദൈവം തന്നെ. ഈ പങ്കിടുന്ന കുടുംബത്തിൻ്റെ സ്നേഹത്തിൻ്റെ പൂർത്തീകരണമായ ഈ തൃത്വത്തിൻ്റെ ഒരു അനർഗളമായ ഒഴുക്കാണ് മനുഷ്യാവതാരമായി നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് തിരുമേനി അങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്. ഈ മനുഷ്യാവതാരത്തിൽ കൂടി അദൃശ്യനായ ദൈവത്തിൻ്റെ ദൃശ്യമായ ചിത്രം നമുക്ക് മനസ്സിലാകുമ്പോൾ ഈ ക്രിസ്തു വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്ന പോലെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം അത്രയ്ക്ക് പിതാവാം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ഈ സ്നേഹം നമുക്ക് ലഭിച്ചതോടുകൂടി ഈ സ്നേഹത്തിൻ്റെ സുമ്മം ബോണം എന്ന് തിരുമേനിയുടെ ഭാഷയിൽ തന്നെ പറഞ്ഞ അൾട്ടിമേറ്റായ ഒരു മാക്സിമം സെനിറ്റ് പോയിന്റിൽ എത്തുകയും ഇതിൽ നിന്ന് സ്നേഹം നമുക്ക് ലഭിക്കുന്നത് മൂലം ഈ സ്നേഹത്തിൻ്റെ അല്പമായ അംശമെങ്കിലും നമ്മുടെ സഹോദരങ്ങൾക്ക്, നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് എല്ലാം മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കും എന്നുള്ളതാണ്. മറ്റൊരു പ്രത്യേകത തിരുമേനിയെക്കുറിച്ച് പറയുവാൻ സാധിക്കുന്നത്, തിരുമേനി വർഗരഹിത സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുന്നു. അതിൻ്റെ വേദശാസ്ത്രം രൂപീകരിച്ച് അതിൻ്റെ ഒരു സമൂഹം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുകയും അത് വിഭാവനം ചെയ്യുകയും അതിനുവേണ്ടി സ്വപ്നം കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. വർഗരഹിത സമൂഹമെന്ന ആശയം മറ്റ് ചില പ്രത്യയ ശാസ്ത്രങ്ങളോട് അനുരൂപപ്പെടുന്നതിനോട് ചേർന്ന് നിൽക്കുന്നതാണെങ്കിലും അഭിമന്യ തിരുമേനി ഇങ്ങനെ ഒരു വേദശാസ്ത്ര ചിന്ത രൂപപ്പെടുത്തുന്നത് പ്രത്യയശാസ്ത്രങ്ങളുടെ വെളിച്ചത്തിലോ അതിൻ്റെ പിൻബലത്തിലോ അല്ല എന്നാണ് എൻ്റെ ചെറിയ അന്വേഷണത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്.
സാധാരണ ഇന്നത്തെ പോലെ ഒരു കലാലയ രാഷ്ട്രീയ അല്ലെ കലാലയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയല്ലായിരുന്നു തിരുമേനി. പ്രീ ഡിഗ്രി +2 കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് ട്രെയിനിങ് സെന്ററിൽ പഠിച്ച് ഒരു അധ്യാപകനാകാൻ ശ്രമിച്ച തിരുമേനി ചില ദൈവികമായ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ചില കണക്കൂട്ടുകളുടെ തെറ്റിക്കലുകൾ ഉണ്ടാക്കി തിരിച്ച് തിരുമേനിയെ ഈ രംഗത്തേക്ക് വിടുകയാണ് ചെയ്തത്. തന്റെ ചിന്തയും തന്റെ പ്രവർത്തനവും നന്നായി കോർത്തിണക്കി വരുന്ന ഒരു പ്രായത്തിൽ അമേരിക്ക പോലുള്ള ഒരു രാജ്യത്ത് പോയി വിദ്യാഭ്യാസം നടത്തിയ തിരുമേനി അന്നത്തെ ആ സമ്പന്നതയും അവിടുത്തെ ദരിദ്രരെ അല്ലെങ്കിൽ തൊഴിലാളികൾ അടിച്ചമർത്തപ്പെടുന്നത് ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള തൊഴിലാളികളെയും മുതലാളി വർഗത്തിന്റെയും ഇടയിലുള്ള അൺബ്രിഡ്ജബിൾ ഗ്യാപ്പ്, നികത്താൻ കഴിയാത്തതായ ആ ഒരു വലിയ വ്യത്യാസം, ആ വിടവ് എങ്ങനെ ഉണ്ടാകുന്നുവെന്ന് കാര്യമായി ചിന്തിക്കുകയും അതിനനുസരിച്ചുള്ള ഒരു വേദശാസ്ത്രം രൂപീകരിക്കുകയും ചെയ്തപ്പോഴാണ് വർഗരഹിത സമൂഹമാണ് മനുഷ്യരെ എല്ലാവരെയും ഒന്നിപ്പിക്കുവാൻ ഏറ്റവും ഉപയുക്തം എന്ന് തിരുമേനി തിരിച്ചറിഞ്ഞു. ഇത് മറ്റ് ചില പ്രത്യയശാസ്ത്ര കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട് ചേർന്ന് വരുന്നുവെങ്കിലും തിരുമേനിയുടെ നൂതനമായ അല്ലെങ്കിൽ തന്റേതായ സ്വതസിദ്ധമായ ഈ വേദശാസ്ത്ര ധാര തിരുമേനി രൂപപ്പെടുത്തുന്നത് ഈ പ്രത്യയശാസ്ത്രങ്ങളുടെ വെളിച്ചത്തിലല്ല. ചിലരെങ്കിലും തിരുമേനിയെക്കുറിച്ച് അങ്ങനെ തെറ്റിദ്ധരിക്കുവാൻ ഇടയുണ്ട്. എങ്കിലും വിശ്വാസത്തിന്റെയും ക്രിസ്തുവിലുള്ള ക്രിസ്തുവിന്റെ ഫെയ്ത്തിനെ വ്യാഖ്യാനം ചെയ്യുന്ന വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വേദശാസ്ത്ര ചിന്തകളെ രൂപപ്പെടുത്തുകയും അങ്ങനെ ഒരു സമൂഹം ഉണ്ടാകണമെന്ന് സ്വപ്നം കാണുകയും ചെയ്തു എന്നുള്ളത് തിരുമേനിയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന ഒരു കാര്യമാണ്. ഏറ്റവും വലിയ ഒരു പ്രത്യേകത തിരുമേനി സ്നേഹത്തെ തിരിച്ചറിയുകയും സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ എന്ന കുമാരനാശാന്റെ വരികളെ ഉത്ബോധിപ്പിക്കുന്ന തരത്തില് അതിനോട് ചേർന്നുകൊണ്ട് സർവരെയും ഒരു ബിന്ദുവിലേക്ക് കോർത്തിണക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ മതബഹുലതയുടെയും മറ്റനേക സംസ്കാരത്തിന്റെയും ബാഹുല്യങ്ങളിൽ പ്ലുറാലിറ്റിയിൽ എല്ലാവരെയും യുണൈറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് സ്നേഹമാകുന്നുവെന്ന് തിരുമേനി മനസ്സിലാക്കി അതിനുവേണ്ടി വാദിക്കുന്നതിൽ ഒട്ടും അപാകതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാവരോടും സ്നേഹിക്കാൻ കഴിയുന്ന, എല്ലാവരോടും പൊറുക്കുവാൻ കഴിയുന്ന, എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന അതുല്യനായ മനുഷ്യസ്നേഹി, ദൈവികമായ വെളിപ്പെടുത്തലിന്റെ അതുല്യമായ തലങ്ങളെ തൊട്ടറിഞ്ഞ് ഒരു ഔഭൗമികമായ ജീവിതം മനുഷ്യരുടെ മുമ്പിൽ കാഴ്ചവെച്ച അതുല്യനായ ഒരു മുനിശ്രേഷ്ഠൻ. പ്രാർത്ഥനാ മനുഷ്യനെന്ന് ചിലരെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് അറിയാതെ ചിന്തിച്ചു പോകാൻ ഇടയുണ്ട്. അവധി സമയം കിട്ടുമ്പോൾ, ഒഴിവ് സമയം കിട്ടുമ്പോൾ വാചാപ്രാർത്ഥനകൾ എഴുതി മലങ്കര സഭയിൽ അങ്ങനെ പ്രാർത്ഥനകൾ രൂപപ്പെടുത്തുന്നതിൽ അധികം പിതാക്കന്മാർ ശ്രമിച്ചിട്ടില്ല. എന്നാൽ തിരുമേനി രചിച്ചിരിക്കുന്ന ആ പ്രാർത്ഥനയിൽ കൂടി നമ്മൾ പഠനം നടത്തി നോക്കുകയാണെങ്കിൽ ഈ ലോകത്തെ മാറ്റിമറിക്കുവാൻ തക്കവണ്ണം കഴിയുന്ന സാമൂഹ്യ നീതിയുടെയും സാമൂഹ്യ ദർശനത്തിന്റെയും സ്നേഹത്തിന്റെയും അളവറ്റ ഒഴുക്ക് ഈ പ്രാർത്ഥനയിൽ ഉടനീളമുണ്ട്. അങ്ങനെ മനുഷ്യന്റെ പച്ചയായ ജീവിത വശങ്ങളെ ദൈവത്തോട് അടുപ്പിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്ന തരത്തിൽ അതുല്യമായി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ഒരു അതുല്യ പ്രതിഭയാകുന്നു തിരുമേനി. സമ്പന്നരോട് തിരുമേനിക്ക് ഏകീഭാവമുണ്ട്, ദരിദ്രരോട് തിരുമേനിക്ക് അനുകമ്പയുണ്ട്, ദയാനുകമ്പയോടുകൂടി അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അനീതിയുള്ള മാമോനെ കൊണ്ട് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുക എന്നുള്ള ക്രിസ്തുവിന്റെ ആ ഒരു ഉത്ബോധനത്തെ ശിരസാ വഹിച്ചുകൊണ്ട് തിരുമേനി സമ്പന്നനിൽ നിന്ന് അവരുടെ സമ്പത്ത് സ്വീകരിച്ച് പാവങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ തക്കവണ്ണം ദൈവം എടുത്ത് ഉപയോഗിക്കുന്ന ഒരു അതുല്യ കരമാടുന്നു തിരുമേനി എന്നാണ് തിരുമേനിയെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. സമ്പന്നരോട് തിരുമേനി ചിലപ്പോഴെങ്കിലും എതിർത്ത് സംസാരിക്കും. അവരുടെ ജീവിത പ്രവർത്തനങ്ങളോട് സമ്പത്ത് കൂട്ടുന്നതിന് അവർ സ്വീകരിക്കുന്ന മാർഗങ്ങളെ തിരുമേനിക്ക് ന്യായീകരിക്കുവാൻ സാധിക്കുക ഇല്ല എങ്കിലും സമ്പന്നരെക്കുറിച്ച് അവരുടെ മനസ്സലിവിന് വേണ്ടി, അവരുടെ ഒരു വ്യത്യാസം ഉണ്ടാകുന്നതിന് വേണ്ടി, അവരുടെ നന്മകൾ പാവങ്ങൾക്ക് ഉദ്ധാരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് വേണ്ടി കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, ആദ്യം മുതൽ തന്നെ തിരുമേനി സാമൂഹ്യബോധം ഉണ്ടായ നാൾ മുതൽ വരെ പ്രാർത്ഥിച്ച ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് സമ്പന്നനായ ബിൽ ഗേറ്റ്സോ വാറൻ ഗേറ്റ്സോ അങ്ങനെയുള്ള ആളുകളൊക്കെ ഇന്ന് അവരുടെ സ്വത്തിന്റെ നല്ല ഒരു പങ്ക് മറ്റുള്ളവർക്ക് പങ്കാളിത്തത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ ശരിക്കും അത് വായിക്കുന്ന മനുഷ്യർക്ക് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപക്ഷെ ദൈവത്തിന്റെ മുമ്പിൽ തിരുമേനി വർഷങ്ങളായി നടത്തിയിട്ടുള്ള പ്രാർത്ഥനയുടെയും യാചനയുടെയും ഫലമായിട്ടാകാം ഇങ്ങനെയൊരു വ്യത്യാസം ഉണ്ടാകുന്നത്. അവരുടെ ഷെയറിങ്ങിന്റെ ഒരു നല്ല അംശം ഭാരതത്തിലേക്കും ഭാരതത്തിലെ ഏറ്റവും പാവപ്പെട്ടതെന്ന് വിചാരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് നന്മയ്ക്ക് വേണ്ടി അത് വിനിയോഗിക്കുന്നു എന്നുള്ളത് ഇന്ന് പത്രദ്വാര നമ്മൾ അറിയുന്ന സംഗതിയാണ്. അങ്ങനെ തിരുമേനി ഒരു സമത്വം ഉള്ള ഒരു സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുന്നു, അതിനുവേണ്ടി അധ്വാനിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിഭവങ്ങളില്ലാതെ, പ്രതിസന്ധികളില്ലാതെ, പ്രയാസങ്ങളില്ലാതെ എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന അതുല്യനായ ഒരു മനുഷ്യൻ.
അതുല്യനായ ഒരു മനുഷ്യസ്നേഹി, അതുല്യനായ ഒരു ബിഷപ്പ്. ഇതാണ് തിരുമേനിയെക്കുറിച്ച് ലഘുവായി പറയുവാനുള്ളത്. എത്ര പറഞ്ഞാലും മതിയാകാത്ത സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും കരുതലിൻ്റെയും ഉയർന്ന വ്യക്തിത്വം, കുലീനമായ മനുഷ്യ സ്വഭാവമുള്ള അതുല്യ പ്രതിഭയാകുന്ന തിരുമേനി എന്നാണ് അദ്ദേഹത്തോട് ചേർന്ന് വസിക്കുവാനും പ്രവർത്തിക്കുവാനും ഇടയായിട്ടുള്ള അനേക ശിഷ്യന്മാരിൽ ഇങ്ങേ അറ്റത്തെ തലത്ത് നിൽക്കുന്ന ഒരു ചെറിയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ പിതാവ് സധൈര്യം നമ്മുടെ ഒരു നേതാവായി, നമ്മുടെ പിതാവായി ആരോഗ്യത്തോടും സ്നേഹത്തോടും നമ്മുടെ ഇടയിൽ ജീവിച്ച് നമുക്ക് വീണ്ടും പ്രചോദനമായി തീരട്ടെ. വ്യക്തികളെ സ്വാധീനിക്കുവാനും വ്യക്തികളെ മാറ്റിമറിക്കുവാനും കഴിയുന്ന അതുല്യ ശക്തിയുള്ള ഒരു കാന്തിക വലയം തന്നെ സൃഷ്ടിക്കുന്ന അതുല്യ പ്രതിഭയാവുന്നു തിരുമേനി. ഈ പ്രായത്തിലും വാർദ്ധക്യമാവുമ്പോൾ പോലും ആശയപരമായും ഉൾക്കാഴ്ചയോടുകൂടി തിരുമേനി കണ്ണു തുറന്ന് മനസ്സ് തുറന്ന് നമ്മളെ അനുഗ്രഹിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മളിൽ ഒരുവനായി നമ്മുടെ മുൻപാലെ നടന്നു നീങ്ങുന്നു. കാലത്തിൽ ജീവിച്ചുകൊണ്ട് കാലത്തിന് അതീതമായി മുൻപേ നടന്ന് നേതൃത്വം നൽകുന്ന തിരുമേനിയുടെ ദർശനവും ജീവിതവും വരും തലമുറ കൗതുകത്തോടെ വായിച്ചറിയുകയും അതിൽ പങ്കാളികളാകുകയും അതിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് തിരുമേനിയുടെ കാൽപാദങ്ങളെ പിന്തുടരുവാൻ ശ്രമിക്കുകയും ചെയ്യുമെന്നുള്ളത് നമ്മൾ അതിയായി ആഗ്രഹിക്കുന്നു, വിശ്വസിക്കുന്നു. ചരിത്രം അതിന് വഴി തുറന്ന് നമുക്ക് തരുമെന്നുള്ള പ്രത്യാശ എനിക്കുണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വിശ്രുത വേദശാസ്ത്രജ്ഞനായ അഭിമന്യ ഡോക്ടർ ഗീവർഗീസ് മാർ ഒസ്താത്യോസിന്റെ വേദ വ്യാഖ്യാന രീതിശാസ്ത്രത്തെക്കുറിച്ച് അല്പനേരം സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദ മെത്തഡോളജി ഓഫ് ദ തിയോളജി ഓഫ് മാർ ഒസ്താത്യോസ്. തിരുമേനി ഇതിനകം രചിച്ചിട്ടുള്ള മലയാളത്തിലും ഇംഗ്ലീഷിലുമായി പ്രകാശിതമായ അനേക വേദശാസ്ത്ര ഗ്രന്ഥങ്ങളെ അപഗ്രഥിച്ച് അദ്ദേഹത്തിൻ്റെ വേദശാസ്ത്രങ്ങളെ തരംതിരിച്ച് പഠിക്കുവാൻ നമുക്കിന്ന് സാധിക്കും. ആ പഠനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അഭിമന്യ തിരുമേനി ഒരു വേദശാസ്ത്രജ്ഞൻ എന്ന രീതിയിൽ തൻ്റെ ചിന്തകളെ രൂപപ്പെടുത്തിയിട്ടുള്ള രീതി എന്താകുന്നു എന്നാണ് ഈ ചെറിയ പ്രഭാഷണത്തിലൂടെ ഞാൻ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത്. തിരുമേനിയുടെ വേദശാസ്ത്രത്തിൻ്റെ രീതിശാസ്ത്രം അത്ര അധികം പഠനങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വിഷയമല്ല. തിരുമേനി രചിച്ചിട്ടുള്ള ഓരോ പുസ്തകങ്ങളും, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഏത് പുസ്തകങ്ങളും ചിന്താധാരകളും നമ്മുടെ മുമ്പിൽ അതിമനോഹരമായ ഓരോ ചിത്രങ്ങൾ അല്ലെങ്കിൽ ഒരു നല്ല കെട്ടിടം, ഒരു എഡിഫൈസ് ആണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. മനോഹരമായ ഈ എഡിഫൈസ് കണ്ട് അതിൻ്റെ സൗന്ദര്യത്തിലും അതിൻ്റെ ബാഹ്യമായ ആകർഷണത്തിലും നമ്മൾ ആകൃഷ്ടരായി നിൽക്കുമ്പോൾ പൂർത്തീകരിക്കപ്പെട്ട ഈ ബിൽഡിംഗ് എങ്ങനെ ഇതിന് ഉണ്ടാക്കുവാൻ സാധിച്ചു, ഈ മനോഹരമായ ശില്പം പണി പൂർത്തീകരിച്ച് നമ്മുടെ മുമ്പിൽ അതിമനോഹരമാക്കി തീർത്തിരിക്കുന്നത് എങ്ങനെ എന്ന് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് നമ്മളൊന്ന് തിരിച്ച് ചിന്തിക്കും. ഈ ഒരു രീതിയാണ് രീതിശാസ്ത്രം എന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത്. ഒരു നല്ല മനോഹരമായ ബിൽഡിംഗ് പണിയുന്നതിന് അതിനൊരു പ്ലാൻ വേണം, അതിന് അസംസ്കൃത വസ്തുക്കൾ ധാരാളം വേണം, വിദഗ്ധരായ പണിക്കാർ വേണം, അതിൻ്റെ പണികൾ ഒന്നിച്ചു ചേർന്ന് ഇതിനെല്ലാം സമഞ്ജസമായി ചേർത്ത് അതിമനോഹരമായ ഒരു ബിൽഡിംഗ് ആക്കണം. ഇങ്ങനെ ധാരാളം ചിന്തകളും ചിന്താധാരകളും തൻ്റെ വേദശാസ്ത്ര രൂപീകരണത്തിന് അദ്ദേഹത്തെ സ്വാധീനിക്കുകയും ഒന്നിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിട്ടാണ് ഈ ബൃഹത്തായ ഗ്രന്ഥങ്ങൾ തിരുമേനി രചിച്ചിരിക്കുന്നത്. ഒരു വേദശാസ്ത്രജ്ഞൻ്റെ വേദശാസ്ത്ര ചിന്തകൾ രൂപപ്പെടുന്നതിന് അടിസ്ഥാനപരമായ ചില ഘടകങ്ങൾ ഒഴിച്ചുകൂടാനാകാത്തതാണ്. ഓരോ വ്യക്തിയുടെയും ജനനം, വിദ്യാഭ്യാസം, ജീവിതത്തിൽ നിന്ന് ഉൾക്കൊള്ളുന്നതായ പാഠങ്ങൾ, വേദശാസ്ത്ര വിദ്യാഭ്യാസം ആ വ്യക്തിയിൽ ചെലുത്തുന്ന സ്വാധീനം, ഇതെല്ലാം അതിൽ രൂപപ്പെടും. അധ്യാപകരുടെ സ്വാധീനം, പുസ്തകങ്ങളുടെ സ്വാധീനം, കാലാകാലങ്ങളിൽ സമകാലീനമായി ഉയർന്നു വരുന്ന വെല്ലുവിളികൾ, ഇവയെല്ലാം കൂടെ രൂപപ്പെടുത്തുന്ന
രൂപപ്പെടുത്തിയെടുക്കുന്നതാണ് ഒരു ഉത്തമ വേദശാസ്ത്രജ്ഞൻ. അഭിമന്യ തിരുമേനിയുടെ ബാല്യവും കൗമാരവും ഒക്കെ അത്ര സമ്പന്നമായ ഒരു ചുറ്റുപാടിൽ നിന്ന് അല്ലാതിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ശക്തമായ ഒരു സ്വാധീനം തിരുമേനിയിൽ ശക്തിപ്പെട്ടിരുന്നു എന്നുള്ളത് സത്യമാണ്. അതിൽ നിന്ന് ലഭിച്ച പാഠങ്ങൾ, പിന്നീട് അദ്ദേഹത്തിന് ലഭിച്ച വേദശാസ്ത്ര വിദ്യാഭ്യാസം, അവിടെ അദ്ദേഹത്തെ സ്വാധീനിച്ച ഏറ്റവും പ്രസിദ്ധരായ അധ്യാപകർ റിച്ചാർഡ് റെയ്നോൾഡ് നെയ്ബൂർ, പോൾ ടില്ലിക്, ഫ്ലോറൻസ്കി മുതലായ ശ്രേഷ്ഠരായ അധ്യാപകരുടെ സ്വാധീനം, അമേരിക്കയിൽ കണ്ട ജീവിത സാഹചര്യങ്ങൾ, ഒരു 40 വർഷത്തിന് മുമ്പ് കേരളത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ കേരളത്തിലുണ്ടായ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി, ഇതെല്ലാം കൂടെ അദ്ദേഹത്തിൽ ഒരു സമ്മർദ്ദം ചെലുത്തുകയും തനിക്ക് ലഭിച്ച ദൈവിക വെളിപാടിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും നന്മകൾ തൻ്റെ ജീവിതാംശമായി മറ്റുള്ളവരോട് പങ്കുചേർന്ന് അതിനെ എങ്ങനെ രൂപപ്പെടുത്തി പുസ്തക രൂപത്തിലാക്കി വായനയിൽ കൂടിയും ചിന്തയിൽ കൂടിയും വ്യക്തിപരമായ ഇടപെടലിൽ കൂടിയും ആളുകളെ സ്വാധീനിച്ചു എന്നുള്ളതാണ് വേദശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള സംഭാവനകൾ. അഭിമന്യ തിരുമേനിയുടെ പ്രസിദ്ധമായ ചില കൃതികൾ വായിച്ച് ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ രീതിശാസ്ത്രം ഈ തരത്തിലായിരിക്കും എന്ന് ഞാൻ അനുമാനിക്കുകയാണ്. ചില പ്രത്യേകതകൾ ഈ സമയത്ത് നിങ്ങളോടൊത്ത് പങ്കുവെക്കുക. തിരുമേനിയുടെ വേദശാസ്ത്രത്തിൻ്റെ രീതിയിൽ ഏറ്റവും പ്രധാനമായി എനിക്ക് തോന്നുന്നത് വിശുദ്ധ വേദപുസ്തകത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വേദശാസ്ത്ര രീതിയാണ് തിരുമേനിക്ക് ഉള്ളത്. എ മെത്തഡോളജി ബേസ്ഡ് ഓൺ ദ ഹോളി ബൈബിൾ. വേദപുസ്തകമാണ് തിരുമേനിയുടെ വേദശാസ്ത്ര ചിന്തകൾക്ക് രൂപം നൽകുന്നതിൻ്റെ ഏറ്റവും പ്രധാനമായ അടിസ്ഥാനം. സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ വിശുദ്ധ ഗ്രന്ഥം, വിശുദ്ധ വേദപുസ്തകം പലയാവർത്തി വായിച്ച് ഹൃദിസ്ഥമാക്കിയ ഒരു അതുല്യനായ വ്യക്തിയായിരുന്നു തിരുമേനി. വേദപുസ്തകം വായിക്കുകയും പഠിക്കുകയും അതിലെ കാര്യങ്ങൾ ഉരുവിടുകയും അത് പ്രസംഗിക്കുകയും ചെയ്യുക ചെറുപ്പത്തിൻ്റെ ഒരു ആവേശമായി തിരുമേനി ഉൾക്കൊണ്ടതാണ്. അങ്ങനെ വേദപുസ്തകത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള നിത്യ സത്യങ്ങളെ അദ്ദേഹം വേദശാസ്ത്ര ചിന്തയിൽ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ്. തിരുമേനിയുടെ വേദശാസ്ത്രം അതിൽ അടിസ്ഥാനമായി വരുന്ന ചില ഘടകങ്ങളാണ് വിശുദ്ധ തൃത്വവും ദൈവ സ്നേഹവും. ഇതിൻ്റെ രണ്ടിൻ്റെയും അടിസ്ഥാനം ഏതെങ്കിലും പ്രത്യയശാസ്ത്രമോ ആനുകാലികമായ സംഭവങ്ങളുടെ വെളിച്ചത്തിലല്ല തിരുമേനി ഉൾക്കൊണ്ട് സ്വീകരിക്കുന്നത്. നേരെ മറിച്ച് ഏറ്റവും അടിസ്ഥാനപരമായി തിരുമേനി സ്വീകരിക്കുന്നത് വേദപുസ്തകത്തെയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലും വിശുദ്ധ യോഹന്നാന്റെ ലേഖനങ്ങളിലും ദൈവത്തെക്കുറിച്ച് പറയുന്ന അടിസ്ഥാനം അത് ഏറ്റവും കാര്യമായി തിരുമേനി എടുക്കുകയാണ്. ദൈവം തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ പിന്നെയും കാണുന്ന നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവീൻ, നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കുന്നു, എൻ്റെ കൽപ്പനകൾ പാലിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി തീരും. വിശുദ്ധ യോഹന്നാന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ ദൈവം സ്നേഹമാകുന്നു. കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് അദൃശ്യനായ ദൈവത്തെ എങ്ങനെ സ്നേഹിക്കുവാൻ കഴിയുമെന്നുള്ള ചിന്ത തിരുമേനിയെ സ്നേഹത്തിൻ്റെ ഒരു അപ്പോസ്തലനാക്കി മാറ്റുന്നതും അതിൻ്റെ വേദശാസ്ത്രം രൂപീകരിക്കുന്നതിനും തിരുമേനിയെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. ആ തരത്തിൽ തിരുമേനിയുടെ വേദശാസ്ത്രത്തിൻ്റെ ചിന്താധാരകൾ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി വേദപുസ്തകത്തെ നല്ല രീതിയിൽ അദ്ദേഹം വിനിയോഗിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ആശയമായിരുന്നു തിരുമേനിയുടേത് വർഗരഹിത സമൂഹം. ഇതിൻ്റെ അടിസ്ഥാനമായി തിരുമേനി സ്വീകരിക്കുന്നതും ഉച്ചനീചത്വങ്ങളോ ക്ലാസുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങളോ സമ്പന്നനും ദരിദ്രനും തമ്മിലുള്ള വ്യത്യാസങ്ങളോ ഒക്കെ ഒരു ചലഞ്ചായി തൻ്റെ മുമ്പാകെ വരുമ്പോഴും ഇതിനെ അപ്രോച്ച് ചെയ്യുവാൻ, ഇവരെ ഒന്ന് ചിന്തിപ്പിക്കുവാൻ, ദൈവദത്തമായി അവർക്ക് ലഭിക്കേണ്ടതായ ഉൾക്കാഴ്ചകൾ കൊടുക്കുവാൻ തിരുമേനി ഉപയോഗിക്കുന്ന ഉപാധി വിശുദ്ധ വേദപുസ്തകം തന്നെയാണ്. നെബൂഖദ്നേസർ രാജാവിനെ അനുതാപത്തിലേക്ക് നയിക്കുവാനും അദ്ദേഹത്തെ കൊണ്ട് പുല്ല് തീറ്റിക്കുകയും ചെയ്ത ദൈവം നിശ്ചയമായും ഇന്നത്തെ മത നേതാക്കന്മാരുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും അനുതാപത്തിലേക്ക് നയിക്കുകയും അല്ലെങ്കിൽ അത് ആ നെബൂഖദ്നേസറിനെ ശിക്ഷിച്ച ദൈവം ഇന്നും ഇതിന് ചുമതലയുള്ള ആളുകളെ ശിക്ഷിക്കുമെന്നുള്ള മുന്നറിയിപ്പ് തിരുമേനിയെ കൊടുക്കുന്നുണ്ട്. ഈ ഉൾക്കാഴ്ച തിരുമേനിക്ക് ലഭിക്കുന്നതും വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് തന്നെയാണ്. പ്രവാചക ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള പ്രവാചക ശബ്ദം ആധുനിക ലോകത്ത് കാര്യമായി കൊടുക്കുവാൻ തക്കവണ്ണം അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. എം തോമസ് തിരുമേനിയെക്കുറിച്ച് പറയുന്നത് പോലെ
ആമോസ് പ്രവാചകന്റെ ശബ്ദം ആനുകാലിക ലോകത്തിൽ മുഴങ്ങിക്കേട്ടത് തിരുമേനിയിൽ കൂടെയാകുന്നുവെന്ന് അദ്ദേഹത്തിന്റെ വർഗരഹിത സമൂഹം എന്ന പുസ്തകത്തിന്റെ അവതാരികയിൽ അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇത് വളരെയധികം സത്യമായ ഒരു കാര്യമാണ്. അങ്ങനെ പ്രവാചകന്മാരുടെ വിളിയെക്കുറിച്ചും അവരുടെ ദൗത്യത്തെക്കുറിച്ചും വളരെ ബോധ്യമുള്ള തിരുമേനി പ്രവാചകന്മാരുടെ സന്ദേശം ഈ ലോകത്തിൽ സന്നിവേശിപ്പാൻ തക്കവണ്ണം അങ്ങേയറ്റം ശ്രമിച്ചിട്ടുണ്ട്. ലോക സംഭവങ്ങൾ, ആനുകാലിക സംഭവങ്ങൾ വിവരിക്കുന്നതിന് വേണ്ടി തിരുമേനി വേദപുസ്തകത്തെ എടുത്തിട്ടുണ്ട്. ഓരോ സംഭവങ്ങൾ നടക്കുമ്പോഴും അനുരൂപമായ വേദവാക്യങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് തിരഞ്ഞു പിടിച്ചെടുത്ത് അതിനെ വ്യാഖ്യാനിക്കുന്ന ഒരു രീതി തിരുമേനിയിൽ ശക്തമാണ്. അങ്ങനെ എടുത്തിട്ടുള്ള അനേക വേദ ഭാഗങ്ങളിൽ നിന്ന് ഒരെണ്ണം മാത്രമാകുന്നു പുള്ളിപ്പുലിയും കുഞ്ഞാടുകളും ഒന്നിച്ച് മേയുന്ന ഒരു ശിശു സർപ്പത്തിന്റെ പൊത്തിൽ കൈയിടുന്ന, അങ്ങനെ എല്ലാവരുമായി ഒന്നിച്ചു ചേരുന്ന ഒരു സമൂഹം, സ്വർഗരാജ്യം, ക്രിസ്തുവിന്റെ രാജ്യം, ദൈവത്തിന്റെ രാജ്യം എന്ന ആശയം എടുക്കുകയും അങ്ങനെയുള്ള സമൂഹം ഇന്നുണ്ടായി വരേണ്ടത് ആവശ്യമാണെന്ന് തിരുമേനി പഠിക്കുകയും പഠിപ്പിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തു. പുതിയ നിയമത്തിൽ കാണുന്ന ദൈവരാജ്യത്തിന്റെ ഒരു നിദർശനമായി തിരുമേനി പഴയ നിയമത്തിലെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായത്തെ വ്യാഖ്യാനിക്കുകയാണ്. ഈ ഒരു സ്നേഹ സാഹോദര്യം, ഈ ഒരു പങ്കിടുന്ന സമൂഹം എവിടെയുണ്ട് എന്ന് തിരുമേനി അന്വേഷിക്കുമ്പോൾ അതിനുള്ള ഉൾവെളിച്ചവും തിരുമേനിക്ക് വിശുദ്ധ വേദപുസ്തകം തന്നെയാണ് കിട്ടുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിലെ ആദിമ ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു പങ്കിടുന്ന സമൂഹത്തെ തിരുമേനി ഇന്നത്തെ ഉത്തമ മാതൃകയായി ചൂണ്ടിക്കാണിക്കുകയാണ്. ഇതിന്റെ ഉൾവെളിച്ചവും തിരുമേനിക്ക് വിശുദ്ധ വേദപുസ്തകം തന്നെയാണ് കിട്ടുന്നത്. അപ്പോസ്തലന്മാരുടെ പാദപീഠത്തിൽ എല്ലാവർക്കുമുള്ള വസ്തുവകകൾ കൊണ്ടുവരികയും ആവശ്യം അനുസരിച്ച് അവർക്ക് പങ്കിടുവാൻ തക്കവണ്ണം അത് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം. പിൽക്കാലത്ത് ഈ ആശയം മുന്നോട്ട് വരികയും അത് പ്രായോഗികമായി തീരുകയും ചെയ്യാത്തതിൽ തിരുമേനിക്ക് അല്പം ഖേദമുണ്ട്. പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യത്തിൽ ആളുകൾ മടിയന്മാരായി തീരുകയും അധ്വാനിച്ചു കൊണ്ടുവരുന്നവരുടെ നന്മകൾ മറ്റുള്ളവർ പങ്കിടുകയും ചെയ്തതുമൂലം ആ സമൂഹത്തിന് ചരിത്രത്തെ അതിജീവിക്കുവാൻ തക്കവണ്ണം സാധിച്ചില്ല. എന്നാൽ തിരുമേനിയുടെ വേദശാസ്ത്രത്തിലും തിരുമേനി ലോകത്തെ ഉത്ബോധിപ്പിക്കുകയും തിരുമേനി ലോകത്തിന് നൽകുകയും ചെയ്യുന്ന ഉൾക്കാഴ്ച, ഇങ്ങനെ ഒരു അണുകുടുംബമായി എല്ലാ മനുഷ്യരും, നാനാജാതി മതസ്ഥരും, ആണും പെണ്ണും, വൃദ്ധനും സഹോദരനും സഹോദരിയും ശിശുവും എല്ലാ പ്രായത്തിലെത്തിയവരും ഒന്നിച്ചു ചേരുന്ന ഒരു ആഗോള കുടുംബം, ദൈവം എപ്രകാരം ഒരു കുടുംബമാകുന്നുവോ ആ കുടുംബത്തെ പോലെയുള്ള ഒരാഗോള കുടുംബം ലോകത്തിൽ ഉണ്ടാകണം. ഗവൺമെന്റുകളും രാഷ്ട്ര നേതാക്കന്മാരും ഇന്റർനാഷണലായ ഓർഗനൈസേഷന്റെ തലപ്പത്തിരിക്കുന്ന ആളുകളുമെല്ലാം ഈ വഴിക്ക് ചിന്തിച്ച് അങ്ങനെയുള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുവാൻ തക്കവണ്ണം ശ്രമിക്കണം എന്നാണ് തിരുമേനി ശക്തമായി ആഗ്രഹിക്കുകയും ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നത്. ഇതിനെല്ലാമുള്ള അടിസ്ഥാനം വിശുദ്ധ വേദപുസ്തകമായി തിരുമേനിക്ക് ലഭിക്കുകയാണ്. അത് ആ വേദപുസ്തകം ഉപയോഗിച്ച് ദൈവശാസ്ത്രത്തെ രൂപപ്പെടുത്തുകയും അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്ത് മനുഷ്യ മനസ്സിൽ ഇടം തേടിയ ഒരു അതുല്യ വേദശാസ്ത്രജ്ഞനാകുന്നു തിരുമേനി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റ് ഒരു പ്രത്യേകത, വേദശാസ്ത്ര രീതി തിരുമേനി സ്വീകരിച്ചിട്ടുള്ളത് സ്നേഹമാകുന്നു. സ്നേഹാധിഷ്ഠിതമായ ഒരു വേദശാസ്ത്ര രീതിയാണ് തിരുമേനിയുടേത്. മെത്തഡോളജി ബേസ്ഡ് ഓൺ ഡിവൈൻ ലവ്. ദൈവ സ്നേഹം ഒഴുകി ലോകത്തിലേക്ക് എത്തി. ഈ സ്നേഹം ക്രിസ്തുവിൽ കൂടി ലോകം മനസ്സിലാക്കി. ക്രിസ്തുവിൽ കൂടി മനസ്സിലാക്കിയ ദൈവസ്നേഹത്തെ ലോകത്തിന് വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന ചുമതലയാണ് ഒരു ഉത്തമ വേദശാസ്ത്രജ്ഞൻ്റേത് എന്ന് തിരുമേനി തിരിച്ചറിയുകയും അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് പറയുന്ന അർത്ഥഗർഭമായ ഭാഗങ്ങളും അതിന് ഏറ്റവും ഉപോത്ബലകമായി തിരുമേനി ഉപയോഗിച്ചിട്ടുണ്ട്. ദൈവം സ്നേഹമാകുന്നു. ദൈവത്തിന്റെ അസ്തിത്വത്തിൽ ദൈവത്തെ മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ള ക്രിസ്തീയ വേദശാസ്ത്രത്തിന്റെ ഒരു വലിയ പ്രീസപ്പോസിഷൻ അല്ലെങ്കിൽ ഒരു റിയാലിറ്റിയെ തിരുമേനിയും ആ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. എങ്കിലും അതിൽ വിജ്ഞാനീയത്തിൽ, പ്രത്യേകിച്ച് കപ്പദോക്യൻ പിതാക്കന്മാരുടെ വേദശാസ്ത്ര ചിന്തയിൽ നിന്നും അല്പം ഉൾക്കാഴ്ചകൾ ഉൾക്കൊണ്ടുകൊണ്ട്, വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിലുള്ള ഉൾക്കാഴ്ചകൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരുപടി മുന്നോട്ട് കടന്ന് ഒരു വ്യാഖ്യാനത്തിലേക്ക് തിരുമേനി നീങ്ങുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലും അതുപോലെ തന്നെ ലേഖനത്തിലും പറയുന്നത് പോലെ ദൈവം സ്നേഹമാകുന്നു. ദൈവത്തിന്റെ അസ്തിത്വം തന്നെ സ്നേഹമാകുന്നുവെന്ന് തിരുമേനി ആഴമായി മനസ്സിലാക്കുന്നുണ്ട്. ദൈവത്വത്തിന്റെ
ഉണ്മയിൽ, ദൈവത്തിന്റെ ഉണ്മയിൽ ദൈവത്തെ മനസ്സിലാക്കുവാൻ ഒരു സൃഷ്ടിക്കും ഒരു ചരാചരത്തിനും സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയിരിക്കെ തന്നെ വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നതായ സത്യത്തിന്റെ ഏറ്റവും വ്യക്തമായ വ്യാഖ്യാനം ദൈവസ്നേഹമാകുന്നു എന്ന് തിരിച്ചറിയുന്നതാകുന്നു തിരുമേനി മനസ്സിലാക്കുന്നു. അതിൽ തെറ്റില്ല എന്നാണ് തിരുമേനി സ്വയം അവകാശപ്പെടുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നത്. ദൈവസ്നേഹമായതുകൊണ്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ഏക ദൈവം, 3 ദൈവങ്ങളല്ല, ഒരു ആളത്തങ്ങളിൽ തന്നെ 3 വ്യക്തികളായി മാറ്റപ്പെട്ട് ക്രിസ്തുമതത്തിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഏറ്റവും അടിസ്ഥാനമായ വിശ്വാസത്തിന്റെ ഈ ഡോക്ട്രിനെ ആനുകാലികമായി മനുഷ്യന് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന രീതിയിൽ തിരുമേനി വ്യാഖ്യാനിക്കുകയാണ്. എല്ലാവരെയും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു മൂലതന്തുവാണ്. ഒരു മനോഹരമായ പൂമാല നിർമ്മിക്കുന്നതിന് അനേക തരത്തിലുള്ള പൂവുകൾ ആവശ്യമാണ്. ഈ പൂക്കളെ എല്ലാം ഒന്നിപ്പിക്കുന്ന ഒരു തന്തു, ഒരു ചരട്, ഒരു ചരട് അതിൻ്റെ മധ്യത്തിൽ കൂടി ഓടുകയും ആ പൂക്കളെ ഓരോന്നിനെയും അത് വെച്ചിരിക്കുന്ന രീതിയിൽ ആ വൈവിധ്യങ്ങളെ, പ്ലുറാലിറ്റിയിലുള്ള യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, യൂണിറ്റി ആസ് വെൽ ആസ് പ്ലുറാലിറ്റി, ഇത് രണ്ടും കൂടെ ഒന്നിച്ചു ചേരുന്ന ഒരു വലിയ കുടുംബമായി, ഒരു സാഹോദര്യം പങ്കിടുന്ന ദൈവം, പങ്കിടുന്ന ലോകത്തെ വിഭാവനം ചെയ്യുന്നു എന്നുള്ളതാണ് തിരുമേനിയുടെ വ്യാഖ്യാനം. സ്നേഹമാകുന്നു അതിന് അടിസ്ഥാനം. ആ സ്നേഹത്തിൽ നിന്ന് ദൈവസ്നേഹമാകുന്നു ഈ വിഭവങ്ങൾ പങ്കിടുന്നതിന്റെ അടിസ്ഥാനം എന്നാണ് തിരുമേനി വ്യാഖ്യാനിക്കുന്നത്. മൂന്നാമത് തിരുമേനിയുടെ വേദശാസ്ത്രത്തിന്റെ ഒരു രീതി വിശുദ്ധ തൃത്വത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതാണ്. എ മെത്തഡോളജി ബേസ്ഡ് ഓൺ ഹോളി ട്രിനിറ്റി, വിശുദ്ധ തൃത്വാധിഷ്ഠിത വേദശാസ്ത്ര രീതി. ഓരോന്നിനെയും വേർതിരിച്ച് പ്രത്യേകം പറയാൻ സാധിക്കാത്ത തരത്തിൽ ഒന്നിനോട് പിണഞ്ഞ് കിടക്കുകയാണ് തിരുമേനിയുടെ ചിന്തയിൽ. എങ്കിലും അതിനെ ഓരോന്നിനെയും സിംഗിൾ ഔട്ട് ചെയ്ത് കാണിക്കുവാൻ തക്കവണ്ണമുള്ള ശ്രമമാണ് ഇവിടെ നടത്തുന്നത്. തിരുമേനിയുടെ വേദശാസ്ത്രത്തിന്റെ മുഴുവനും അടിസ്ഥാനം വിശുദ്ധ തൃത്വമാകുന്നു. ഓർത്തഡോക്സ് സഭാ പാരമ്പര്യത്തിൽ പൗരസ്ത്യ പിതാക്കന്മാരുടെ ചിന്തയിൽ ദൈവത്തെ വ്യാഖ്യാനിക്കുകയും ആരാധന ക്രമപ്പെടുത്തുകയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുകയും സാമൂഹ്യ ജീവിതവും മതപരമായ ജീവിതവും എല്ലാം കെട്ടിപ്പടുക്കുകയും ചെയ്യുന്നത് വിശുദ്ധ തൃത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ്. തങ്ങളുടെ പിതൃപാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ, സഭയുടെ അടിസ്ഥാനപരമായ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ആനുകാലിക സംഭവങ്ങളെ പോലും വ്യാഖ്യാനിക്കുവാൻ, ഏത് പ്രശ്നത്തെയും അപഗ്രഥിക്കുവാൻ വിശുദ്ധ തൃത്വത്തെ മാതൃകയായി എടുക്കുന്ന ഒരു അതുല്യ പ്രതിഭയാകുന്നു നമ്മുടെ പ്രിയങ്കരനായ ഒസ്താത്യോസ് തിരുമേനി. വിശുദ്ധ തൃത്വത്തിന്റെ അടിസ്ഥാനം വേദപുസ്തക അടിസ്ഥാനത്തിൽ അദ്ദേഹം വ്യാഖ്യാനിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷം ഏത് പ്രവർത്തനത്തെയും മനസ്സിലാക്കുവാൻ തക്കവണ്ണം തിരുമേനി ഉപയോഗിക്കുന്നുണ്ട്. 1-2 മേഖലയെ അല്പമായി ഞാനൊന്ന് പരാമർശിക്കാം. ഒന്ന്, ഒരു വർഗരഹിത സമൂഹത്തിന് വേണ്ടി തിരുമേനി വേദശാസ്ത്രം രചിക്കുകയും അങ്ങനെ ഒരു സമൂഹം ഉണ്ടാകണമെന്ന് അതിയായി ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ അടിസ്ഥാനം വിശുദ്ധ തൃത്വമായിട്ടാണ് തിരുമേനി കരുതുന്നത്. പ്രത്യയശാസ്ത്രങ്ങളുടെ പിൻബലത്തിലോ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ പിൻബലത്തിലോ ഒന്നുമല്ല തിരുമേനി ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. നേരെ മറിച്ച് ഒരു അണുകുടുംബമായി മാറിയിരിക്കുന്ന ദൈവം, തൃത്വത്തിന്റെ അടിസ്ഥാനത്തിൽ പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമാകുന്ന ദൈവം, ഒരു പിതാവിന്റെ സ്ഥാനത്ത് പിതാവ്, മാതാവിന്റെ സ്ഥാനത്ത് പരിശുദ്ധരൂഹ, പുത്രന്റെ സ്ഥാനത്ത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഇത് ലോക വ്യാപാരത്തിൽ, ഒരു ഡിവൈൻ ഇക്കണോമിയയിൽ ദൈവം ലോക വ്യാപാരത്തിലേക്ക് ഇറങ്ങി വരികയും മനുഷ്യന് പ്രാപ്തിയുള്ളതുപോലെ സ്വീകരിക്കുവാൻ തക്കവണ്ണം ദൈവത്തെ വെളിപ്പെടുത്തുകയും ചെയ്തു. പിതാവിൽ നിന്ന് വാങ്ങാം, മാതാവിന് കൊടുക്കാം, പുത്രനിൽ നിന്ന് തന്നെ കൊടുക്കാം, പുത്രനിൽ നിന്ന് സ്വീകരിക്കാം. പിതാവും മാതാവും മാത്രമായാൽ, 2 ആളത്തങ്ങൾ മാത്രം വിശുദ്ധ തൃത്വത്തിലായാൽ പങ്കിടുവാൻ സാധിക്കുകയില്ല. വാങ്ങാം, കൊടുക്കാം. വാങ്ങുകയും കൊടുക്കുകയും പങ്കിടുകയും ചെയ്യണമെങ്കിൽ 3 ആളത്തങ്ങൾ ഉണ്ടാകണം എന്ന് തിരുമേനി വ്യവഹാര ജീവിതത്തിൽ ജീവിക്കുന്ന നമ്മൾക്ക് മനസ്സിലാകുവാൻ തക്കവണ്ണം ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ ദൈവത്തെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുകയാണ്. ഏറ്റവും അടിസ്ഥാനപരമായി ചിന്തിക്കുമ്പോൾ ചില ന്യൂനതകൾ ഇതിനുണ്ടാകാമെന്ന് സംശയിക്കാമെങ്കിലും നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കുന്നതിന് വെളിപ്പെട്ട് കിട്ടിയ
സത്യത്തെ ഇത്രയും പ്രിയങ്കരമായി, ഇത്രയും മനസ്സിന് മനസ്സിലാക്കാൻ സാധിക്കുന്ന സുഗ്രാഹ്യമായ രീതിയിൽ തിരുമേനി വ്യാഖ്യാനിക്കുന്നതിൽ തെറ്റില്ല എന്ന എളിയ അഭിപ്രായമാണ് എനിക്കുള്ളത്. ഒരു കുടുംബത്തിലെ പിതാവും മാതാവും തങ്ങൾക്കൊരു കുഞ്ഞിനെ ലഭിക്കുമ്പോൾ സന്തോഷിക്കുകയും അവൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അവരുടെ അധ്വാനത്തെയും അവരുടെ സ്നേഹത്തെയും അതിനുവേണ്ടി കരുതുകയും ചെയ്യുന്നത് പോലെ ദൈവം അസ്തിത്വത്തിൽ സ്നേഹമായി ഒഴുകി വരികയും ഈ ആളത്തങ്ങളുടെ പൂർത്തീകരണത്തിൽ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുകയും ചെയ്തുവെന്നുള്ളതാണ്. ആ അയക്കപ്പെട്ട ദൈവം ഒരു വർഗരഹിത സമൂഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു. പാപം ചെയ്തത് മൂലം ആദമും ഹൗവയും ശത്രുതയെ അതിൻ്റെ ഉള്ളിലേക്ക് വിളിച്ചു വരുത്തുകയും മനുഷ്യനെ മനുഷ്യരിൽ നിന്ന്, മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുകയും ചെയ്ത ഒരു പ്രവർത്തനമാണ്. ഇതിന് ഒരു വിരാമമിടേണ്ടത് ദൈവത്തിൽ എല്ലാവരും ഒന്നിച്ചു ചേരുന്ന ഒരവസ്ഥ തിരിച്ച് ഉണ്ടാകുമ്പോൾ മാത്രമാണ്. ദൈവസ്നേഹത്തിലേക്ക് അടുത്തു വരിക. വിശുദ്ധ തൃത്വം ദൈവസ്നേഹമാകിയാൽ ആ തൃത്വ ദൈവത്തെ മനസ്സിലാക്കുന്ന, ആരാധിക്കുന്ന, പങ്കിടുന്ന, സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുന്ന സമൂഹം തൃത്വ ദൈവത്തിൻ്റെ സ്വഭാവം നൈസർഗികമായി ഉൾക്കൊള്ളവരായി എല്ലാ വിഭവങ്ങളും പങ്കിടുന്ന ഒരു കുടുംബമായി വളരണമെന്ന് തിരുമേനി വ്യാഖ്യാനിക്കുന്നു. മറ്റൊരു പ്രധാന ആശയം തിരുമേനി വിശുദ്ധത്വവുമായി ബന്ധപ്പെടുത്തുമ്പോൾ വരുന്നത് ഒരു കുടുംബത്തെക്കുറിച്ചാണ്. ലോകത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അടിസ്ഥാനപരമായി ഉണ്ടാകുന്ന സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകമായ ഒരു കുടുംബം എങ്ങനെ ആനുകാലികമായ വെല്ലുവിളികളെ ഏറ്റെടുത്ത് ജീവിക്കണമെന്ന് പറയുകയാണ്. ഇന്ന് വളരെ സ്വാർത്ഥത നിറഞ്ഞതായ ഓരോ വ്യക്തിയും അവർക്ക് വേണ്ടി ജീവിക്കുന്ന തരത്തിൽ ഇൻഡിവിജ്വലൈസ് ആയ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ഇൻഡിവിജ്വലൈസ്ഡ് ആയ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഈ തൃത്വ ദൈവത്തെ മനസ്സിലാക്കുകയും ആരാധിക്കുകയും പഠിക്കുകയും ദൈവസ്നേഹത്തിലേക്ക് വളരുകയും ചെയ്താൽ നിശ്ചയമായും എപ്രകാരം ദൈവം തൻ്റെ അസ്തിത്വത്തിൽ ഷെയറിങ്ങോടുകൂടി, പങ്കിടലോടുകൂടി മനുഷ്യനോട് അടുക്കുന്നുവോ ആ ദൈവസ്നേഹം അനർഗളമായി ഓരോ മനുഷ്യരിൽ നിന്നും ഒഴുകി ഓരോ വ്യക്തിയെയും ഈ സമൂഹത്തിൻ്റെ കെട്ടുപിടിക്കായി, സമൂഹത്തിൻ്റെ നന്മയ്ക്കായി, തൻ്റെ മാത്രമല്ല അവരുടെ നന്മയെ ലക്ഷ്യമാക്കി അതിന് പ്രയോറിറ്റി കൊടുത്ത് ജീവിക്കുവാനൊക്കെ സാധിക്കും എന്ന് തിരുമേനി അനുഗ്രഹീതമായി മനസ്സിലാക്കുകയാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഭാരതത്തെ പോലെയുള്ള ഒരു രാജ്യത്തെ വളരെ അടിസ്ഥാനപരമായി വേരൂന്നിയിട്ടുള്ള ബൗദ്ധികവും തത്വശാസ്ത്രപരമായ അടിസ്ഥാനമുള്ള ഹിന്ദുമതം പോലെയുള്ള മതങ്ങളെയും ക്രിസ്തുമതത്തോടെ ഏകീഭവിപ്പിച്ച് ഒരു ഭൗതിക തലത്തിൽ നിർത്തുവാനൊക്കെ സാധിക്കുന്നത് ഈ തൃത്വവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാധിക്കും എന്ന് തിരുമേനി ആഗ്രഹിക്കുകയാണ്. സച്ച്, ചിത്ത്, ആനന്ദ് എന്ന് പറയുന്ന ഒരു മാർഗം, കർമ്മമാർഗം, ഭക്തിമാർഗം, ജ്ഞാനമാർഗം, ഇതിലെല്ലാമുള്ള ഒരു ത്രിമൂർത്തിയുടെ ഒരു അവതരണം ഈ വിശുദ്ധ തൃത്വത്തിൻ്റെ ഒരു മറ്റൊരു തരത്തിലുള്ള റിഫ്ലക്ഷനായി തിരുമേനി മനസ്സിലാക്കുകയും മഹാബഹുലതയുടെയും അടിസ്ഥാനത്തിൽ അതിൻ്റെ നടുവിലും സ്നേഹമാകുന്ന ദൈവത്തെ എല്ലാവരെയും ചേർക്കുവാനൊക്കെ ഒരു ഇളക്കി ചേർക്കുന്ന ഒരു കണ്ണിയായി പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് തിരുമേനി അതിയായി ആഗ്രഹിക്കുന്നു. തിരുമേനിയുടെ വേദശാസ്ത്രത്തെ ഇങ്ങനെ ചെറുതായി ക്രോഡീകരിച്ച് പറയാമെന്ന് ഞാൻ കരുതുകയാണ്. ക്രിസ്തുവിൽ കൂടി വെളിപ്പെട്ട ദൈവസ്നേഹത്തെ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെയും പിതൃവിജ്ഞാനീയത്തിൻ്റെയും വെളിച്ചത്തിൽ, ആനുകാലിക സംഭവങ്ങളുടെയും വെളിച്ചത്തിൽ അനുവാചകർക്ക് മനസ്സിലാകുന്ന രീതിയിൽ സുഗ്രാഹ്യവും ജീവിതസ്പർശിയുമായി വ്യാഖ്യാനിക്കുന്ന വേദശാസ്ത്ര രീതിയാണ് അഭിവന്യ തിരുമേനിയുടേത്. മനുഷ്യ ദർശനത്തോടുകൂടിയ ഈ വേദശാസ്ത്ര ആഖ്യാന രീതി മനുഷ്യസ്നേഹികളായ, ദൈവസ്നേഹികളായ, ദൈവത്വവും മനുഷ്യത്വവും തമ്മിൽ സംയോജിപ്പിക്കുവാൻ പരിശ്രമിക്കുന്ന എല്ലാ വേദശാസ്ത്രജ്ഞന്മാർക്കും ഒരു അനുകരണീയ മാതൃകയായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് ദൈവം നമുക്കെല്ലാവർക്കും പ്രചോദനം നൽകുമാറാകട്ടെ.